ഈ ഞാനെന്ന് പറഞ്ഞില്ലേ രാമനാരായണ എന്നൊരു ചൊല്ലുണ്ട് മലയാളത്തിൽ. അതിപ്പം ഉറക്കെ നമ്മൾ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാൾ നമ്മുടെ ADGP MR അജിത് കുമാറാണ്. ഈ മറ്റേ ആലപ്പുഴയിലെ രക്ഷാപ്രവർത്തനത്തിൽ പോലീസുകാരെ രക്ഷിച്ചത് ഞാനല്ല, എനിക്കിതുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്നാണ് അദ്ദേഹം ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉന്നത മേധാവികളോട് പറഞ്ഞിരിക്കുന്നതെന്നാണ്. ഇത് എല്ലാ പോലീസ് ഉദ്യോഗസ്ഥർക്കും ഒരു പാഠമാണ്. അജിത് കുമാർ കൈ കഴുകിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ ADGP ക്രമസമാധാന ചുമതല ഉണ്ടായിരുന്ന അജിത് കുമാറിൻ്റെ ഓഫീസിൽ 2 ഗ്രേഡ് SIമാർ ചേർന്നാണ് ഈ ആലപ്പുഴ DYSP ആയിരുന്ന സുനിൽ രാജിനെ വിളിച്ചു വരുത്തി യഥാർത്ഥത്തിൽ അവിടെ നടന്ന സംഭവത്തിൻ്റെ റിപ്പോർട്ട് തിരുത്തിച്ച് അത് കോടതിയിൽ ഹാജരാക്കാൻ വേണ്ട നിർദ്ദേശങ്ങൾ വിരട്ടിയത്. സുനിൽ രാജിനെ അവർ വിരട്ടി. താനൊക്കെ എന്നാണ് കേസ് 2 ഗ്രേഡ് SIമാർ ഈ DYSPയോട് ചോദിക്കുകയാണ്. എന്നിട്ട് ഇപ്പോൾ ഈ അജിത് കുമാർ എന്ന് പറയുന്ന ADGP പറയുകയാണ്, ഞാൻ ഇതൊന്നും അറിഞ്ഞില്ല, അയാളുടെ ഓഫീസിൽ ഇരുന്ന 2 AD. നാണോ ഇല്ല ഇയാൾക്ക്? അല്ല, അത് നാണത്തിൻ്റെ ആവശ്യമില്ലല്ലോ. നാണം ഉണ്ടെങ്കിൽ ഇതിന് പോകില്ല, ഈ പണിക്ക് പോകില്ലായിരുന്നല്ലോ, ഈ പിണറായിക്ക് സേവ പഠിക്കാൻ പോകില്ലായിരുന്നല്ലോ. എന്തിനാണ് അജിത് കുമാർ ഇപ്പോൾ വിറയ്ക്കുന്നത്? എന്തിനാണ് പേടിച്ച് ഭയക്കുന്നത്? ജീവിതകാലം മുഴുവൻ ആനപ്പുറത്തിരിക്കാം, പട്ടി കടിക്കില്ല എന്നാണ് കാര്യം. എന്ത് കാര്യത്തിന്? നിങ്ങളെ ദ്രോഹിക്കാത്ത ആരെങ്കിലും ഉണ്ടോ ഈ നാട്ടിൽ? ഇയാളും P ശശിയും ചേർന്ന് ആ ഒരു നെക്സസ്, വലിയ ക്രിമിനൽ അധോലോകം, ഒരു സർക്കാരിനെ മുഴുവൻ ഹൈജാക്ക് ചെയ്ത് ആ സർക്കാരിന് തുടർഭരണം ഇല്ലാതാക്കുന്ന അവസ്ഥയിൽ കൊണ്ടെത്തിച്ചത് ഈ 2 പേരാണ്. അല്ല, ഇവരൊക്കെ ഓർക്കേണ്ട ഒരു പേര് ജയറാം പടിക്കലിൻ്റെതാണ്. ജയറാം പടിക്കൽ നമ്മുടെ DGP ആയിരുന്നു. അദ്ദേഹം വലിയ പദവിയിലിരുന്നു. അദ്ദേഹം കേൾക്കാരൻ്റെ അതിവിശ്വസ്തൻ. പക്ഷേ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഉണ്ടായ ദുരന്തങ്ങൾ നമ്മൾ പ്രത്യേകിച്ച് പറഞ്ഞിരേണ്ട കാര്യമില്ല, ഇവർക്ക് നന്നായിട്ട് അറിയാതെ. അതെങ്കിലും മിനിമം ഓർക്കുക. കാരണം മനുഷ്യനെ ഉപദ്രവിക്കാനും ദ്രോഹിക്കാനും ഒക്കെ ഇറങ്ങി പുറപ്പെട്ടാൽ ജയറാം പടിക്കലൊക്കെ സംഭവിച്ച പോലെയുള്ള പ്രശ്നങ്ങൾ നമ്മുടെ എല്ലാവരും ജീവിതത്തിലുണ്ടാവും. നമുക്ക് കർമ്മഫലം എന്നൊരു സംഗതിയുണ്ട്. ഈ വല്ലവനും വേണ്ടി ആരെങ്കിലും പ്രീതി പിടിച്ചു പറ്റാൻ, അധികാര സ്ഥാനത്തിൽ ഇരിക്കുന്നവൻ്റെയൊക്കെ പ്രീതി പിടിച്ചു പറ്റാൻ വേണ്ടി ഇമാതിരി പണിക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ സ്വാഭാവികമായി സംഭവിക്കുന്നത് തന്നെയാണ് ഇവർക്കെല്ലാം ഉണ്ടാകാൻ പോകുന്നത്. ഇപ്പോൾ അജിത്തിന് ഇപ്പോൾ വിറയിലും പനിയായിട്ടുണ്ട്. കാരണം അജിത്തിന് ജൂണിൽ DGP ആയിട്ട് പ്രൊമോഷൻ വന്നതാണ്. അതിനു മുമ്പേ സസ്പെൻഷനാകും. അതിനുള്ള സാധ്യതകളെല്ലാം ആഭ്യന്തരമന്ത്രി നീക്കുന്നുണ്ട്. വിറയിലും പനിയുമായിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇപ്പോൾ നമുക്കറിയാം മറുനാടനെതിരെ വേട്ട നടത്തി. ഈ മറുനാടനെതിരെ വേട്ട നടത്തിയത് ഒരു 3 പേർ ചേർന്ന ഒരു അച്യുതണ്ടായിരുന്നു. അവർക്ക് വേണ്ട സപ്പോർട്ട് ചെയ്ത് കൊടുത്തത് പിണറായി വിജയനും MV ഗോവിന്ദനും. MV ഗോവിന്ദൻ്റെ മകന് വരെ ഇതിനകത്ത് പങ്കുണ്ടായിരുന്നു എന്നാണ് നമ്മൾ പിന്നീട് അറിയുന്നത്. അപ്പോൾ അന്ന് ഇവർ ചെയ്തത്, എൻ്റെ വീട്ടിൽ വരുന്നു, എൻ്റെ ഫോൺ പിടിച്ചെടുക്കും. ഈ ഫോൺ പിടിച്ചെടുക്കുമ്പോൾ ഈ വരുന്ന ഉദ്യോഗസ്ഥർ പറയുന്നത് എന്താണ്? ഞങ്ങളോടൊന്നും തോന്നരുത് മേളിയെന്ന് പറഞ്ഞു. എൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ ഇതന്നെ സംഭവിച്ചു. എൻ്റെ അമ്മ അന്ന് സുഖമില്ലാതെ ഹോസ്പിറ്റലിൽ നിന്ന് വന്ന് ഒന്ന് വിശ്രമിക്കുന്ന സമയമാണ്, അമ്മ മരിക്കുന്നതിന് മുമ്പാണ്. അപ്പോൾ അന്ന് അവിടെ എൻ്റെ നെടുമങ്ങാട്ട വീട്ടിലും വന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ അമ്മ എടുത്ത്, അപ്പോൾ ഞാൻ എന്നെ വിളിച്ചെൻ്റെ വീടിൻ്റെ വഴി വെച്ചപ്പോൾ ഞാൻ പറഞ്ഞു കൊടുത്തു, അമ്മ സുഖമില്ലായിരിക്കണം, അവരെ ഹരാസ് ചെയ്തെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ വന്നവർ പറഞ്ഞില്ല, ഞങ്ങൾ ഒരു 3 മണിക്കൂർ നിങ്ങളെ ഉപദ്രവിക്കാനാണ് മുകളിൽ നിർദ്ദേശം തന്നിരിക്കുന്നത്, വീട്ടിലുള്ളവരെല്ലാവരും 3 മണിക്കൂർ ആവറേജ്. പക്ഷേ ഞങ്ങളത് ചെയ്യുന്നില്ല. കാരണം സുഖമില്ലായിരിക്കണം, അമ്മയെ നോക്കാനുള്ളൊരു സ്ത്രീ ഉണ്ടായിരുന്നു. ഞാനാണ് അന്ന് രാത്രി ഇന്ന് വീട്ടിൽ പോയത്. അന്ന് എനിക്ക് പോകാൻ പറ്റും, കാരണം ഞങ്ങൾ രാത്രി 1 മണി വരെ അവരോട് പിടിച്ച് നിർത്തിയിരുന്നില്ല, ഫോൺ വാങ്ങിച്ചു. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ അനിയത്തിയുടെ മകനുണ്ടായിരുന്നു അവിടെ. അപ്പോൾ അത്രയും പേര് അവിടെ ഉള്ളൂ. അപ്പോൾ അങ്ങനത്തെ ഒരു വീട്ടിൽ തന്നെ ഇവർ എന്ത് വളം ഉണ്ടാക്കാൻ? പിന്നെ നാട്ടുകാർ മുഴുവൻ കൂടുമ്പം ഏതായാലും ഇവർ ഭാഗ്യത്തിന് എനിക്ക് വല്ല കഞ്ചാവ് കച്ചവടമാണെന്നൊന്നും പറഞ്ഞില്ല. അങ്ങനെ അതൊക്കെ നമ്മുടെ ഇവിടുത്തെ സ്റ്റാഫിൻ്റെ ഒക്കെ വീടുകളിൽ ചെന്ന് റെയ്ഡ് നടത്തി പ്രശ്നം ഉണ്ടാക്കുക ചെയ്തപ്പോൾ നാട്ടുകാർ എന്താണെന്ന് ചോദിച്ചപ്പോൾ ഇവിടെ ഇവന് കഞ്ചാവ് കച്ചവടമാണ്, ഞങ്ങൾ അന്വേഷിക്കാൻ വന്നതാണെന്ന രീതിയിലൊക്കെ സംസാരിച്ചെന്നും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത്ര മോശമായ രീതിയാണ് ഇതിൻ്റെ വ്യക്തമായ നിർദ്ദേശം കൊടുത്ത മുകളിൽ നിന്ന് MR അജിത് കുമാർ, P ശശിയും MR അജിത് കുമാറും PV അൻവറും ചേർന്നാണ് ഈ അന്നത്തെ ഈ കളികൾ മുഴുവൻ നടത്തിയത്. അന്ന് ഈ വന്ന പോലീസുകാരോട് ഞാൻ ചോദിച്ചിട്ടുണ്ട്, എടാ മോളിൽ നിന്നാവും പറഞ്ഞു, ഈ പറഞ്ഞവൻ നിങ്ങളെ രക്ഷിക്കുമെന്ന് ചോദിച്ചു. ഇത് കഴിഞ്ഞ് ഇതിപ്പം നിങ്ങളുടെ താൽക്കാലിക വിജയമാണ്, ഇത് കഴിഞ്ഞ് ഞങ്ങളുടെ ഒരു കളി ഉണ്ടാവും, അപ്പോൾ നിങ്ങളെ ആര് രക്ഷപ്പെടുത്തുന്നു? അതിനിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം എന്ത് പറ്റി? നല്ല ക്ലീൻ ആയിട്ട് അയാൾ കൈ കഴുകി. അയാളുടെ പേരോ ഒപ്പോ എങ്ങും വരത്തില്ല. വന്നിരിക്കുന്നതല്ല ആരുടെ പേര്? 2 ഗ്രേഡ് SIമാരെയും പണിപാളും. 2 ഗ്രേഡ് SIമാർ ഇപ്പോൾ എഴുതി കൊടുത്തിട്ടുണ്ടല്ലോ, ഇതിനകത്ത് തുല്യം ചാർത്തിയിരിക്കുന്നത് ഈ അന്വേഷണ ഉദ്യോഗസ്ഥനാണ്. അപ്പോൾ ആലപ്പുഴ SP ആയിരുന്ന ചൈത്ര തെരേസ ജോൺ ഈ ആലപ്പുഴയിലെ രക്ഷാപ്രവർത്തനം സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള ഒരു റിപ്പോർട്ടാണ് കൊടുത്തത്. ആ റിപ്പോർട്ട് ഇവർ പൂഴ്ത്തിവെച്ചു. ഇയാൾ മിക്കവാറും SP വിളിച്ച് ചീത്ത വിളിച്ച് കാണുമായിരിക്കും. അത് കഴിഞ്ഞിട്ടാണ് DYSPയെ വിളിച്ച് ഇത് തിരുത്തി എഴുതിയിരിക്കുന്നത് 2 ഇവരുടെ. ഞാൻ ഇങ്ങനൊരു സംഭവം അറിഞ്ഞിട്ടില്ല എന്നാണ് അനൗദ്യോഗികമായിട്ടിപ്പോൾ അജിത്ത് പറഞ്ഞിരിക്കുന്നത്. അജിത്തിനെ ഒന്നും ചെയ്യാൻ ഇവർക്ക് സാധിക്കില്ല. പക്ഷേ ഈ പോലീസുകാരുടെ എല്ലാം മൊഴിയുണ്ട്. ഇനിയിപ്പോൾ ഇവർ ചെയ്യേണ്ട ഒരു കാര്യം, ADGPയുടെ ക്രമസമാധാന ചുമതല ഉണ്ടായിരുന്ന അജിത്തിൻ്റെ ഓഫീസിലെ പോലീസുകാർ, അതായത് ഗ്രേഡ് SIമാർ, അവന്മാരാണ് ഇത് തിരുത്തി എഴുതിയത്. ഈ തിരുത്തി എഴുതിയവന്മാർ പറയേണ്ട ഒരു കാര്യമുണ്ട്, അവർ കൃത്യമായി മൊഴി കൊടുക്കണം.
ഇയാൾ പറഞ്ഞിട്ടാ ചെയ്തത്. ADGP പറഞ്ഞാണ് ഞങ്ങൾ എഴുതി കൊടുത്തത്. രേഖാമൂലം മൊഴിയില്ല. അപ്പോൾ ആ രേഖാമൂലം മൊഴിയില്ലാത്ത ഇവർക്ക് ഒരു കാര്യം അന്വേഷിക്കുന്ന സംഘത്തിന് അറിയാമല്ലോ, മേലുദ്യോഗസ്ഥൻ പറഞ്ഞാൽ ചെയ്യാതിരിക്കാൻ ഇവിടുത്തെ വകുപ്പില്ലല്ലോ. അങ്ങനെ അതിന് നട്ടല് കാണിച്ചിട്ടുള്ള ആൾക്കാരുണ്ട്, അപൂർവം പേരുണ്ട്. അവരൊക്കെ ഒന്നുകിൽ യൂണിഫോം ഇടാതെ ഏതെങ്കിലും ഒരു ഓണം കയറാൻ മൂലയിൽ ഇരിപ്പുണ്ട്. നമുക്കറിയാം, അതല്ലെങ്കിൽ വീട്ടിലിരിപ്പുണ്ട്. നമുക്കറിയാം പണ്ട് കളമശ്ശേരിയാന്ന് തോന്നുന്നു ഒരു ഏരിയ സെക്രട്ടറി ഉണ്ടായിരുന്ന സക്കീർ ഹുസൈന് അമൃതരംഗൻ എന്ന് പറയുന്ന ഒരു SI ആണോ SI ആണോന്ന് SI വിളിച്ച് ഇയാൾ വിരട്ടുന്നുണ്ട്. ഇയാൾ SI വിളിച്ച് വിരട്ടുമ്പോൾ ആ SI പറഞ്ഞു കൃത്യമായിട്ട് തന്നെ പണി നോക്ക്, എന്റെ പണി ചെയ്യാൻ എനിക്കറിയാം. അതുപോലെ ഈ GR അനിൽ മന്ത്രിയാണെന്ന് തോന്നുന്നു, ഇവിടെ ഏതോ ഒരു വിളിച്ചു വരട്ടി അയാൾ പറഞ്ഞു. അതുപോലെ ഇടുക്കിയിൽ ആ പോലീസ് ഓഫീസറുടെ പേര് ഞാൻ മറന്നു, അതോ ഈ അമൃതരംഗനാണോ അതേപോലെ പേരുള്ള ഏതോ ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ്, അവിടുത്തെ CV വർഗീസ്, മറ്റേ ഇടുക്കി ജില്ലാ സെക്രട്ടറി. അയാൾ പറഞ്ഞു പോയി പണി നോക്കാൻ പറഞ്ഞു. അതുപോലെ ഓരോ സ്ഥലത്തും, കാരണം അങ്ങനെ പറഞ്ഞ ഉദ്യോഗസ്ഥരൊക്കെ അവരവരുടെ ജോലി എന്ത് ചെയ്യുന്നു, അവരൊരു കാരണവശാലും ചെയ്യില്ല. അല്ല, അവരൊക്കെ കേരളത്തിനോട് സ്ഥലം മാറ്റിക്കോട്ടെ, അവരങ്ങ് പോകും, അത്രേ ഉള്ളൂ. പക്ഷേ ഈ മേലുദ്യോഗസ്ഥന്റെ തലയെ കെട്ടിവെച്ച് ന്യായീകരണത്തിന് ഇറങ്ങുന്ന ഒറ്റ ഒരുത്തനെ നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ പാടില്ല. അതായത് അയ്യോ ഇവരെ മേലുദ്യോഗസ്ഥനാണെങ്കിലും സ്വന്തം അപ്പനാണെങ്കിലും ന്യായമല്ലാത്ത കാര്യമാണ് ഇത്, എനിക്ക് പിന്നീട് പണിയാകും എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ അതിന് നിൽക്കരുത്. ആ സമയത്ത് ഒരു കൂടി വന്നാൽ നിങ്ങളെ എന്തെങ്കിലും കേസിൽപ്പെടുത്തി അങ്ങോട്ടും ഇങ്ങോട്ടും സസ്പെൻഡ് ചെയ്യുകയോ ദ്രോഹിക്കുകയോ ഒക്കെ ചെയ്യും. പക്ഷെ ഒരിക്കലും സർവീസിൽ ഒരു ബ്ലാക്ക് മാർക്ക് അതുകൊണ്ട് വീഴത്തില്ല. അപ്പൊ ഇവരെത്ര നിരപരാധികളായ പോലീസുകാർ ഈ യജമാനു വേണ്ടി ഒരു അമിത വിധേയത്വം കാണിക്കാൻ ഇറങ്ങി പുറപ്പെടുമ്പോൾ അതിന്റെ അൾട്ടിമേറ്റ് ആയിട്ട് ദുരന്തം സംഭവിക്കുമ്പോൾ യജമാൻ തന്നെയാണ്. ഇവർക്ക് സംഭവിക്കുമെങ്കിൽ പോലും അത് യജമാനം സംഭവിക്കുമ്പോൾ ഇവർക്ക് സംഭവിക്കും, ഇവരെ ശങ്കടിക്ക് സംഭവിക്കും. ഈ ഒരു DGP ഉള്ളപ്പോൾ ക്രമസമാധാന ചുമതലയുള്ള ADGP എന്നൊരു തസ്തിക സൃഷ്ടിച്ചിരിക്കുന്നത് പോലും എന്തിനു വേണ്ടിയായിരുന്നു അറിയാമോ? ഈ പറയുന്ന DGPയുടെ കൈകൾക്ക് വിലം കിട്ടാൻ വേണ്ടി. എനിക്ക് തോന്നുന്നു ഇത് ഇങ്ങനൊരു തസ്തിക വന്നിട്ട് അധിക കാലമായില്ല, ഇദ്ദേഹത്തിന്റെ സമയത്താണെന്ന് തോന്നുന്നു, സെൻകുമാർ ഇവരെ അനുസരിക്കാവുന്ന സമയത്താണെന്ന് തോന്നുന്നു ഇങ്ങനൊരു തസ്തിക. അത് അതിന് മുമ്പ് ഉണ്ടായിരുന്നോ? ജോസഫ് തോമസ് അങ്ങനെ ആയിരുന്നു, സംശയമുണ്ട്. അതാ എന്താണെങ്കിലും പറഞ്ഞ പോലെ പ്രസക്തമായ ഒരു ചോദ്യമാണ്. DGP സംസ്ഥാനത്ത് ക്രമസമാധാന ചുമതല DGP ഉള്ള അയാളെ ക്രമസമാധാനമുള്ള ADGPയും ഈ ADGPക്ക് തോന്നിയ ദിവസം കാണിക്കാനുള്ള എല്ലാ അധികാരവും കൊടുക്കുകയും ചെയ്യുന്നത് അപകടമാണ്. അതായത് ഈ ADGP ആയിരുന്ന അജിത് കുമാർ ഇരിക്കുന്ന സമയത്ത് DGPമാർക്ക് ഇയാളെ ഭയമായിരുന്നു. അജിത്താണ് ഭരിക്കുന്നത്. ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്, വയനാട് പ്രകൃതിക്ഷോഭം ഉണ്ടായതിനു ശേഷം പ്രധാനമന്ത്രി വിസിറ്റിന് വരുമ്പോൾ പ്രധാനമന്ത്രിക്കൊപ്പം ഒറ്റ ഒരാളാണ് അവിടെ സ്ഥലങ്ങൾ ചുറ്റിക്കാണിക്കാൻ കൊണ്ടു നടന്നത്, അത് ഈ അജിത്താണ്. ഇവിടെ DGP ഉണ്ട്, ചീഫ് സെക്രട്ടറി ഉണ്ട്, അങ്ങനെ വലിയ പോസ്റ്റുകൾ അജിത്തിൻ്റെ മേളിലിരിക്കുന്ന പോസ്റ്റുള്ളവരുണ്ട്. അവരെ ആരും വരാതെ എങ്ങനെ ഇയാൾ ഇതിനകത്ത് തിരിച്ചു, എങ്ങനെ ഇയാളെ ഇവിടെ അസൈൻ ചെയ്തു? ഇവിടുത്തെ DGP എവിടെ? ഇപ്പോഴും ഉണ്ടല്ലോ DGP. ഈ DGPയുടെ ജോലി എന്താ? DGP ഒരു പദവിയാണെങ്കിൽ എന്ത് കാര്യത്തിന് വീട്ടിൽ ഇരുന്നാൽ പോരെ? അലങ്കാര പദവിയാണെങ്കിൽ വീട്ടിൽ. അതെ. അപ്പോൾ എന്താണ് സംഭവിച്ചത്? രണ്ടാം പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് പുത്തലത്ത് ദിനേശൻ മാറി, ശശി വന്നു. ഇടയ്ക്ക് KK രാഗേഷ് അങ്ങാണ്ടല്ലായിരുന്നോ അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി? അതെ, പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നു സംശയം. അതെ. അപ്പോൾ ഇവരെയൊക്കെ മാറ്റിയിട്ട് ശശി വന്നു. ശശി വന്നപ്പോൾ ശശിക്ക് കിട്ടിയ ഏറ്റവും നല്ല ബെസ്റ്റ് കോംബോ ആയിരുന്നു ശശിയും അജിത്തും. അജിത്തിന്റെ ശശിയുടെ അജണ്ടകൾ അവർ ഇവിടെ തേരാപ്പാര നടപ്പാക്കി. 96 നായനാർ സർക്കാരിന്റെ കാലത്ത് ഇയാളിന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി. നായനാർ വളരെ നല്ല മനുഷ്യൻ. നായനാരെ അവസാന കാലത്ത് മാറ്റിക്കുന്നതിൽ ഇയാൾ വലിയതുപോലെ പങ്കുവച്ചിട്ടുണ്ട്. അന്ന് പല വൃത്തികളും കാണിക്കും. ഈ വിഷമ ദുരന്തമൊക്കെ ഉണ്ടായപ്പോഴൊക്കെ തന്നെ അവസാനം നായനാരുടെ പേരൊക്കെ പല കാര്യങ്ങളിൽ നായനാരുടെ കുടുംബത്തിലേക്ക് വലിച്ചഴിക്കപ്പെട്ടതിൽ ഇയാൾക്ക് വലിയ പങ്കുവച്ചിട്ടുണ്ട്. P. ശശിക്കുണ്ട്. അപ്പോൾ ഇവർക്ക് എതിരാളികളായിട്ടുള്ളവരെ മൊത്തം അവർ ഒതുക്കാൻ ശ്രമിച്ചു. എല്ലാവരെയും അവർ കള്ളക്കേസിൽ കുടുക്കി. നമ്മുടെ സുമേഷ് മാർഗോപോളോയും നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്ന സുദർശനും നമ്പൂരി, ക്രൈം നന്ദകുമാർ, അവർക്ക് ആകെ കിട്ടാതെ പോയത് മറുനാടൻ ഷാജനെ മാത്രമാണ്. അത് മറുനാടൻ ഷാജന് പണിയറിയാവുന്നതുകൊണ്ടാണ് അത് കിട്ടാത്തത്. കൃത്യമായിട്ട് അദ്ദേഹം ചെയ്ത വീഡിയോകൾക്കാണെങ്കിലും എല്ലാത്തിലും നിയമപരമായിട്ട് യാതൊരു പ്രശ്നങ്ങളും ഇല്ല. അജിത് കുമാർ പലയിടത്തും പറഞ്ഞു എനിക്കതിൽ പങ്കില്ല എന്നാണ്. മറുനാടൻ നേരിടുന്ന ആക്രമണത്തിൽ ഞാൻ അറിഞ്ഞ കാര്യമല്ല, എനിക്കിതിലൊന്നും ഒരു ബന്ധമില്ല എന്ന രീതിയിൽ ഇയാൾ ഇത് ആരോടാണ് പറയുന്നത്? എന്റെ വീട്ടിൽ വന്ന ഉദ്യോഗസ്ഥൻ മുകളിലേക്ക് വിളിച്ച് ADGPയോട് സംസാരിക്കുന്നത് ഞാൻ കേട്ടാണ്. എന്നോട് ഈ ഉദ്യോഗസ്ഥർ പറഞ്ഞതാണല്ലോ. അതെ, ഇവിടെ വന്ന ഉദ്യോഗസ്ഥന്മാർ നമ്മളടുത്ത് പറഞ്ഞാണല്ലോ. എന്നോട് പറഞ്ഞു, അന്ന് നമ്മൾ പറഞ്ഞു ഇയാൾ താഴെ വന്നിട്ടേ ഉള്ളൂ കൂലി, ഈ മേളിൽ ഇരുന്നുകൊണ്ട് എല്ലാം ചെയ്തു കൂട്ടും. എക്കാലവും ഇവിടുത്തെ ജനമാണ് തീരുമാനിക്കുന്നത്, ജനമാണ് ഇവിടുത്തെ വലുത്. അത് ഇനിയെങ്കിലും ഇവർ മനസ്സിലാക്കണം. അല്ല, റിട്ടയർ ചെയ്ത് പിന്നെ വീട്ടിൽ ഇരിക്കണമല്ലോ. റിട്ടയർ ചെയ്ത് ഒരു പോലീസുകാരൻ റിട്ടയർ ചെയ്ത് വരുന്ന വഴിക്ക് ആൾക്കാർ നോക്കി വയ്ക്കുമായിരുന്നു, പറഞ്ഞു ചെവിക്കല്ല് അടിച്ച് പൊട്ടിക്കാനായിട്ട് ആൾക്കാർ ഇഷ്ടം പോലെ അവർക്ക് കിട്ടിയിട്ടുണ്ട്. എനിക്കറിയാം. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ, ഒരു കൊല്ലനും കൊലയ്ക്ക് അധികാരം ഉണ്ടായിരുന്ന IPS കാരൻ്റെ ഡ്രൈവറായിരുന്ന ഒരുത്തൻ ഇതുപോലെ പരാക്രമം നടത്തി
അവസാനം റിട്ടയറിൻ്റെ പിറ്റേന്ന് തുണിയില്ലാതെ ഓടിച്ചു എന്നാണ് അയാളെ ഈ പടിഞ്ഞാറ് കിഴക്കേക്കോട്ട ആ ഭാഗത്ത് എവിടെയോ നഗരത്തിൽ. അതുപോലാണ് അങ്ങനെ ഒരു പിന്നെ എല്ലാം ഇവർ തീരുമാനിക്കും മൊത്തം. പിന്നീട് ഇയാൾ കാണിച്ചു കൂട്ടാത്ത ഇതില്ല, എന്താ പറയുന്നത്, നമ്മൾ ഈ ഭരണ ദുർവിനിയോഗം, അത് ഒരിക്കലും അധികാര ദുർവിനിയോഗം. ഈ അധികാര ദുർവിനിയോഗം ഒരു സർക്കാർ ഉദ്യോഗസ്ഥനെ സംബന്ധിച്ചോളം ക്രിമിനൽ കുറ്റമാണ്. ഏറ്റവും കൂടുതൽ അധികാര ദുർവിനിയോഗം നടത്തിയ ആളാണ് ADGP അജിത് കുമാർ. എന്നിട്ട് ഇപ്പോൾ റിപ്പോർട്ടുകളെല്ലാം എതിരായി തനിക്കിട്ട് പണി വരുമെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ അയാൾ നേരെ കൈ കഴുകിയിരിക്കുകയാണ്. അയാൾ പറഞ്ഞിരിക്കുന്നത് ഇതൊന്നും എനിക്കറിയില്ല, ഞാൻ ഇതിനകത്തൊന്നും ചെയ്തിട്ടില്ല. അല്ല, ആ ഗ്രേഡ് SIമാർക്ക് ഇയാളെ പേടിക്കേണ്ട ആവശ്യമില്ല. ഇനി അവർക്ക് സുഖമായിട്ടൊന്നും മൊഴി കൊടുക്കുക, ഞങ്ങൾ അയാൾ ഭീഷണിപ്പെടുത്തി ഞങ്ങൾ മൊഴി എടുപ്പിച്ചാണെന്ന് പറയാം. അല്ല, അതുകൊണ്ടാണല്ലോ ആലപ്പുഴയിലെ DYSP കൃത്യമായിട്ട് അന്വേഷണ സംഘത്തിന് മുമ്പിൽ മൊഴി കൊടുത്തു. ADGP MR അജിത് കുമാർ വാക്കാൽ പറഞ്ഞു അയാൾ ഒരിക്കലും കൈകൊണ്ട് എഴുതി കൊടുക്കുകയല്ല. അത് ചെയ്യൂലല്ലോ MR. പിന്നെ ഇവരുടെ എല്ലാം വേറൊരു പരിപാടിയുണ്ട്. ഇവരാരും സ്വന്തം ഫോണിൽ നിന്ന് വിളിക്കുകയല്ല, ഇവരവിടെ നിൽക്കുന്ന ഏതൊരു കോൺസ്റ്റബിളിനെ വിളിച്ച ഇയാളുടെ ഫോണിൽ നിന്നാണ് വിളിക്കുക. മനസ്സിലായി? ഇത് പിന്നീട് പണിയായി വരാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. എനിക്കറിയാം ഇങ്ങനെ ചെയ്യുന്ന DYSPമാരെ എനിക്കറിയാം. ഇവർ അതിന്റെ പേരിൽ പണി കിട്ടിയ പോലീസുകാരെ എനിക്കറിയാം കൃത്യമായിട്ട്. ഇവർ എന്തെങ്കിലും നിയമപരമല്ലാത്ത ഒരു ഉത്തരവിടണമെങ്കിൽ അവർ അവിടെ നിൽക്കുന്ന ഏതെങ്കിലും ഒരു പോലീസുകാരനെ വിളിച്ചിട്ട് അയാളുടെ ഫോണിൽ കൊണ്ടുവരാൻ പറയും. ഈ ഫോൺ അപ്പോൾ അവൻ കൊടുക്കാതിരിക്കാൻ നിർവാഹമില്ല, ഇതാന്ന് വിളിക്കും. അപ്പോൾ തെളിവില്ല, തെളിവെന്താ? ആ പോലീസുകാരൻ വിളിച്ചു. അപ്പോൾ താഴെയുള്ള ഒരു പോലീസുകാരൻ വിളിച്ച് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു DYSP ചെയ്യൂ. IPSകാരുടെ പണി ഇതാണ്. ഇപ്പം എന്തായാലും അജിത് കുമാറിന് ഇപ്പം നല്ല പേടിച്ച് വിറച്ച് നിൽക്കുകയാണ്. വിറയലുണ്ട്. ആ വിറയൽ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ സ്വയം ചെയ്തു കൂട്ടിയ പാപങ്ങളുടെ വിറയലാണ്. അത് സ്വയം കൃതാനർത്ഥമാണ്. കർമ്മഫലം നമുക്ക് താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾക്ക് താൻ തന്നെ അനുഭവിക്കേണ്ടി വരും, നാട്ടുകാരും അനുഭവിക്കില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും ഒരു ഉദാഹരണമായി മാറുകയാണ് ഇത്. നാളെയും പോലീസിൽ ഉന്നത പദവിയിലേക്ക് എത്തുന്ന, ഏത് പദവിയിലും ഉന്നത പദവിയിലെത്തുന്ന എല്ലാവരും ഓർക്കേണ്ട ഒരു കാര്യമാണ്. നിങ്ങൾക്ക് ദൈവം അല്ലെങ്കിൽ നാട്ടുകാർ തന്നിരിക്കുന്ന ഈ പദവി നാടിനെ സേവിക്കാനും ജനങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. അതല്ലാതെ ഇമ്മാതിരി വല്ലവൻ്റെ സേവകന്മാരായിട്ട് നിന്ന് ആളെ ഉപദ്രവിക്കാൻ ഇറങ്ങിയാൽ ഇത് തന്നെയായിരിക്കും ഫലം. നിങ്ങൾക്ക് സർവീസ് റിട്ടയർ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് റോഡിൽ ഇറങ്ങി പുറത്തിറങ്ങി നടക്കണം എന്നുള്ള കാര്യം ഇവർ പലരും ഒന്നുകൂടെ ചിന്തിക്കണം. കാരണം കാലം മാറി, പണ്ടത്തെ കാലമല്ല, ആളുകൾ ഇപ്പോൾ പ്രതികരിക്കുന്ന കാലമാണ്. ചിരഞ്ജീവിയായ പിണറായി വിജയൻ വരുന്ന 25 കൊല്ലം നാട് ഭരിക്കും. ആ ചിരഞ്ജീവിയായിട്ടുള്ള പുള്ളിക്ക് നാട് ഭരിക്കണമെന്നും പറഞ്ഞ് കസേര കയറി ഇരിക്കാനേ അറിയൂ. P. ശശി ആ 25 കൊല്ലം ഇയാളെ കൂടിയിരിക്കും. അന്നേരം മുഴുവൻ എനിക്കിവിടെ രാജാവായി വിലസാമെന്നാണ് അജിത്ത് കരുതിയിരുന്നത്. എല്ലാം പോയിരിക്കുകയാണ്. മാത്രമല്ല ഇയാൾ തൃശ്ശൂർ പൂരം അട്ടിമറിച്ചു. ശബരിമലയിൽ കുഴപ്പമുണ്ടാക്കി. ഇയാൾ ശബരിമലയിൽ ചുമതല ഉണ്ടായിരുന്ന സമയത്ത് ശബരിമലയിൽ വലിയ വിഷയം ഉണ്ടാക്കിയാണ്. തീർത്ഥാടകരെ അടിക്കുകയൊക്കെ ചെയ്ത് ഇയാളുടെ കാലഘട്ടത്തിലാണ്. പിന്നെ ഇയാൾ തലവഴി മുണ്ടിട്ടുകൊണ്ട് ട്രാക്ടറിൽ കയറി ശബരിമലയ്ക്ക് പോയി. ആ വിഷ്വൽ വെളിയിൽ വന്നതിന് അതിൻ്റെ പേരിൽ ഇയാൾ ഇപ്പോഴും ശക്തനായിരുന്നു. ഈ പിണറായി വിജയൻ ക്രമസമാധാന ചുമതലയിൽ നിന്ന് ഇയാളെ മാറ്റിയെങ്കിൽ പോലും ഇയാൾ പുറത്തിരുന്നുകൊണ്ട് ഹൈജാക്ക് ചെയ്യാൻ എടുക്കാനായിരുന്നു. ഇയാൾ തന്നെയായിരുന്നു ഓപ്പറേഷൻസ് മൊത്തം നടത്തിക്കൊണ്ട്. ഉറപ്പാണല്ലോ, കാര്യം വലിയ ആളിന്റെ വിശ്വസ്തനല്ലേ. അതെന്താ, ഈ BJP CPM ഇടയ്ക്കുള്ള ബ്രിഡ്ജായിരുന്നു, അന്തർധാരക്കിടയിലുള്ള ബ്രിഡ്ജായിട്ടാണ് ഇയാൾ പ്രവർത്തിച്ചത്. എന്താണെങ്കിലും MR അജിത് കുമാർ എന്ന് പറയുന്ന ഉദ്യോഗസ്ഥനെ, അയാൾ ക്രിമിനൽ പോലീസ് മൈൻഡുള്ള ഉദ്യോഗസ്ഥനാണ്. അയാളെ ഒരു കാരണവശാലും കേരളത്തിൽ ഒരു പദവിയിലും പോലീസുമായിട്ട് ബന്ധപ്പെട്ട ഒരു പദവിയിൽ അയാൾ അപകടകാരിയാണ്, അയാളെ കൊണ്ടുവരാൻ പാടില്ല. ഈ ചെയ്തു കൂട്ടിയ പ്രവർത്തികൾക്കെല്ലാം തക്കതായ ശിക്ഷ, അത് മാതൃകാപരമായിരിക്കണം. ഇനി പിന്നാലെ വരുന്ന ഒരുത്തനും ഇമാതിരി പണി കാണിക്കാൻ പാടില്ല. ആ രീതിയിൽ ചെയ്യും രമേശ് ചെന്നിത്തല എന്ന് തന്നെയാണ് ഞങ്ങൾ ഇപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്നത്.